ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് റെസിപ്പിയുമായിട്ടല്ല. ഇന്ന് നിങ്ങൾക്കൊരു മരുന്ന് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കൈ പൊള്ളുന്നതിന് തേൽക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ആ മരുന്ന് നല്ലതുപോലെ പ്രയോജനപ്പെടും. എൻ്റെ കൈ പൊള്ളിയിട്ട് ഞാൻ അങ്ങനെ തേച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് പറഞ്ഞു തരാമെന്ന് കരുതിയത്. അതിനായിട്ട് നമുക്ക് തേക്കിൻ്റെ ഇലയാണ് വേണ്ടത്. പ്രത്യേകിച്ച് തേക്കിൻ്റെ കുരുന്ന ഇലയാണ് വേണ്ടത്. തളിരായിട്ടുള്ള ഇലയാണ് പറിക്കേണ്ടത്, മൂത്ത ഇല പറിക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് തൊട്ടാവാടി. തൊട്ടാവാടി എല്ലാവർക്കും അറിയാവുന്നു. പക്ഷേ ഇഞ്ചമുള്ളുമായിട്ട് നമ്മൾ മാറിപ്പോകരുത്. ഇഞ്ചമുള്ളിന് ഇങ്ങനത്തെ പിങ്ക് കളറുള്ള പൂവില്ല. അപ്പം നമ്മൾ തൊട്ടാവാടി ഇങ്ങനെ നിലത്തോട് ചേർന്ന് കിടക്കുന്ന മുള്ളാണ്. അപ്പോൾ അതിങ്ങനെ പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുള്ളൊന്നും നമ്മുടെ കയ്യിൽ കൊള്ളല്. ഒരു പിടി തൊട്ടാവാടിയും ഒരു പിടി തേക്കലയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വെറുതെ മിക്സി 2 പ്രാവശ്യം ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ അതിങ്ങനെ നാര് പോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. കണ്ടോ, ഞാൻ മിക്സിയിലിട്ടത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പൊടിക്കുന്ന ജാറിലല്ല, അരയ്ക്കുന്ന ജാറിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഇലകൾ ചതച്ചെടുക്കേണ്ടത്. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 50 ml വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഇലക്കൂട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ, കിച്ചണിൽ തന്നെ നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. നമ്മുടെ കൈ പൊള്ളിയ അന്നേരം നമ്മളിതെടുത്ത് തേക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൈ പൊള്ളുന്ന ആ ഒരു കോമ്പിളിച്ച് വരുന്ന അതുമെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഇത് തേച്ച് നോക്കി മാറിയതാണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഈ മരുന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയത്. കണ്ടോ, ഇതിങ്ങനെ ചൂടായി വന്നപ്പോൾ അതിൻ്റെ കളർ മാറിയത് കണ്ടോ, നല്ലൊരു പിങ്ക് കളറായിട്ട് വരുന്നുണ്ട്. ഇനി ഈ പിങ്ക് കളറിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മളിത് ഓഫാക്കണം. പിന്നെ നമുക്കറിയാം, നമ്മളിങ്ങനെ പൊള്ളലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കോൾഗേറ്റോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ തേക്കും. പക്ഷേ ഈ ഒരു മരുന്ന് വളരെ സ്പെഷ്യലാണ്. കണ്ടോ, എൻ്റെ കൈ ഒരു 2-3 ആഴ്ച മുമ്പ് എൻ്റെ കൈ പൊള്ളിയതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു, പാടും കൂടെ ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു മരുന്നിൻ്റെ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മരുന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ എത്ര നാളത്തേന് വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു ഉണങ്ങിയ ബോട്ടിലിൽ ഒഴിച്ചു വെച്ചാൽ മതി. അപ്പം വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓയിൽ നാട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് കണ്ടോ, ഇപ്പം ഇതിൻ്റെ ആ ഒരു പൊട്ടലൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനുള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടും. അപ്പോൾ പൊട്ടൽ മാറുന്ന ആ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആ എന്താ പറയുക, ആ പിശുണ്ടൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ടത് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ച ശേഷം ഒരു ബോട്ടിലിലേക്ക് നമ്മളിത് ഒഴിച്ചു വെക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു അടുക്കളയുടെ സൈഡിൽ തന്നെ വല്ല ജനലയിലോ അങ്ങനെ ആ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമ്മൾ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു തൂവൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടനെ മുക്കി നമ്മുടെ ആ ഒരു പൊള്ളലുള്ളിടത്തേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് തേക്കണം. കണ്ടോ, ഇതുപോലെ തൂവൽ ഉപയോഗിക്കണം. കാരണം നമ്മുടെ കൈ ഉപയോഗിക്കരുത്. പൊള്ളലിലൊക്കെ നമ്മുടെ കൈ ഉപയോഗിച്ചാൽ നമ്മുടെ മുറിവ് പെട്ടെന്ന് കരിയേല. അപ്പോൾ ഇതുപോലെ നല്ലൊരു തൂവൽ കഴുകി ഉണക്കി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ, അപ്പം കൈയുടെ അകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തേക്കാം. കൈയുടെ പുറത്താണെങ്കിൽ നമുക്ക് ഈ തൂവൽ കൊണ്ട് തന്നെ നമുക്കിത് തേക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മരുന്നുണ്ടാക്കി വെക്കണം. മരുന്നുണ്ടാക്കി വെക്കാൻ മറക്കരുത്. കാരണം നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. എൻ്റെ സ്വയം എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു മരുന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മരുന്ന് ഉണ്ടാക്കി വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പുറത്തൊക്കെ ഉള്ളവരെ ഈ മരുന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം.